ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ആപ്പിൾ കസ്റ്റാർഡ് ക്രീമി പുഡിംഗ്. വളരെ രുചികരമായ ഒരു പുഡിങ്ങാണിത്. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. നിങ്ങൾ അവർക്കിത് തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി കൊടുക്കൂ. നിങ്ങൾക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ആപ്പിളാണ്. അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ചെറിയ പീസുകളായി മുറിച്ചെടുത്ത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റിവെച്ച ആപ്പിൾ കഷ്ണങ്ങളെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. തരികളൊന്നുമില്ലാതെ വേണം ഇത് അരച്ചെടുക്കാൻ. കണ്ടില്ലേ, ഇതുപോലെ വേണം ഇരിക്കാൻ. നമുക്കൊരു ബൗൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. വേറൊരു ബൗളിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ പാൽപ്പൊടിയിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ മിക്സാക്കി എടുത്ത നമ്മുടെ ഈ പാൽ നമുക്ക് കോൺഫ്ലവർ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ട കെട്ടാതെ ഈ കോൺഫ്ലവർ പൊടിയും നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. തരിതിരിപ്പൊന്നും ഇല്ലാതെ വേണം ഇത് ഇരിക്കാൻ. അത്രയും നന്നായിട്ട് വേണം ഇതൊന്ന് കലക്കിയെടുക്കാൻ. നമുക്ക് ഇതിലേക്കായിട്ടുള്ള പഞ്ചസാര എടുക്കാം. ഇതുപോലത്തെ 2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തത്. 1/4 കപ്പ് പഞ്ചസാര ഞാൻ 2 തവണയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് 1 പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചെറിയ ചൂടോടെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചെടുത്ത ആപ്പിളിൻ്റെ പേസ്റ്റ് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആപ്പിൾ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. 2-3 സെക്കൻഡ് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വീതം 2 തവണയായിട്ടെടുത്ത നമ്മുടെ പഞ്ചസാര മുഴുവനും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്കൊരു വാനില എസൻസ്, ഒരു 2 തുള്ളി വാനില എസൻസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മതി. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ പാലും കൂടി മിക്സ് ചെയ്തത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി കുറുകി വരുന്ന ഒരു പരുവമായി കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് കസ്റ്റാർഡ് പൊടിയാണ്. ഒരു 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൊടി, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് 1/4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കുറുകി വരുന്ന നമ്മുടെ ഈ പാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പുഡിംഗ് തയ്യാറാക്കാനായിട്ടുള്ള പാത്രത്തിൽ നെയ്യ് എല്ലാ ഭാഗത്തൊന്ന് തടവി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നെയ്യ് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പുഡിങ്ങിൻ്റെ കൂട്ട് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കസ്റ്റാർഡ് പുഡിംഗ് നമുക്കിതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മീതെ നമുക്കൊരു ബൂസ്റ്റ് പൊടി മേടിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എത്ര ബൂസ്റ്റ് പൊടിയാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതേക്ക് കുറച്ച് നട്ട്സുകൾ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഈ പുഡിംഗ് ഒന്ന് സെറ്റായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്രീസറിൽ വെക്കണമെങ്കിൽ വെക്കാം. ഫ്രീസറിൽ വെക്കുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഫ്രീസറിൻ്റെ അടിയിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് വെക്കാം. ഞാനിത് അടച്ചിട്ട് ഫ്രീസറിൻ്റെ അടിയിലേക്ക് വെക്കുകയാണ്. പിറ്റത്തെ ദിവസം ഞാൻ തുറന്നു നോക്കുമ്പോൾ എൻ്റെ ബൂസ്റ്റ് പൊടിയെല്ലാം മെൽറ്റായി വളരെ രുചികരമായ ഒരു പുഡിംഗ് ക്രീം ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ മക്കൾക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ കുട്ടികൾക്കും ഇത് വളരെ ഇഷ്ടപ്പെടും. നിങ്ങളിത് തീർച്ചയായും അവർക്കൊന്ന് തയ്യാറാക്കി കൊടുക്കൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.